രാഹുലെ, പ്രഥമ ദൃഷ്ടിയാൽ അവർ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ശിവൻകുട്ടി സഖാവ് പറയുന്നത് കോൺഗ്രസുമായി യാതൊരുവിധ ബന്ധവുമില്ല, എങ്ങും ഒരു അലയൻസിന് തയ്യാറാകുന്നില്ല. ഇന്നലെ നമ്മൾ വെള്ളമുണ്ട പഞ്ചായത്തിലെ കാര്യമൊക്കെ പറഞ്ഞു. അതായത് CPM-നെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പുറത്താക്കി. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസുമായി ഒരുവിധ അലിഖിത പാർട്ട്ണർഷിപ്പിനും ഇല്ല എന്ന് സോണിയാഗാന്ധിയുടെ തെളിവുകൾ കൈവശമുള്ള ശിവൻകുട്ടി സഖാവാണ് പറഞ്ഞിരിക്കുന്നത്. BJP ഭരിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ്സുകാരുമായിട്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട, രണ്ടുപേരും കൂടെ ചേർന്ന് ഭരിക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് ഉപചരണം നടത്തട്ടെ. CPM പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ CPM-നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP-യും കോൺഗ്രസും കൂടെ ഒന്നിച്ചു നിന്നിട്ടാണ് പോരാടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം കോൺഗ്രസുമായിട്ട് സഖ്യത്തിനില്ല എന്നാണ് പറയുന്നത്. BJP ഒറ്റയ്ക്ക് ഭരിച്ചോട്ടെ, കോൺഗ്രസുമായിട്ട്, അതായത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യും കോൺഗ്രസുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, അന്തർധാര ഉണ്ടായിരുന്നു, CPM-നെ ഒന്നിച്ച് തോൽപ്പിക്കാൻ വേണ്ടി എന്നാണ് CPM പറയുന്നത്. ഇതിൽ എന്താണ് യാഥാർത്ഥ്യമുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ ആ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഘട്ടത്തിൽ, അതായത് ഇന്ത്യ സഖ്യമാണല്ലോ കേരളത്തിൽ, അതായത് അങ്ങ് പാറശാല കഴിഞ്ഞാൽ ഇങ്ങ് കാസർഗോഡ് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യവും, കേരളത്തിൽ വന്നാൽ LDF UDF എന്നുള്ള, അല്ല ഇത് കോൺഗ്രസുമായിട്ട് അലയൻസിന് ഇല്ല എന്ന് ശിവൻകുട്ടി സഖാവ് പറയണ്ട. ഇത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാവുന്ന, കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റിക്സ് നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന, അതായത് ഒരു കൂട്ടുകച്ചവടത്തിനില്ലാന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഇനിയിപ്പോൾ ശിവൻകുട്ടി സഖാവ് പറഞ്ഞ് കേവല ഭൂരിപക്ഷം തെളിയിച്ച് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുക ഇന്ത്യ മുന്നണിയാകുമെന്ന് കുറേ നിരീക്ഷകരുടെ നിരീക്ഷണം വന്നിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും, അതായത് ഇവർ തമ്മിൽ യോജിച്ച് ചേർന്നാൽ കേരളത്തിൽ കോൺഗ്രസും LDF-ഉം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം രണ്ടാണ്. ഇവർ കേരളത്തിൽ ബദ്ധവൈരികളായിട്ടാണല്ലോ നിൽക്കുന്നത്. നമ്മൾ അങ്ങ് ഡൽഹിയിലേക്ക് ചെല്ലുമ്പോഴാണല്ലോ, അതായത് BJP കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും CPM-ന്റെയും കോൺഗ്രസിന്റെയും മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJP ആണെന്നല്ലേ കേരളത്തിൽ അങ്ങനല്ല. മുഖ്യ ശത്രുവിനെ തുരത്താൻ വേണ്ടിയിട്ട് രണ്ട് ശത്രുക്കൾക്കൊന്നു ചേർന്നൂടെ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ചേരാവുന്നതാണ്. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ BJP എന്ന മൊണോപ്പൊളിക്കെതിരെ ചെറു പാർട്ടികളും CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിനും CPM-നും കൂടെ ഒത്തുചേരാം. പക്ഷെ BJP-ക്കെതിരെ രണ്ടുപേരും കൂടെ ഒന്നു ചേരാൻ പറ്റത്തില്ല. അത് വല്ലാത്ത റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമാണ് ശിവൻകുട്ടി സഖാവ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നോക്കുക, അപ്പോൾ ആർക്ക് കൊടുക്കും? ഇപ്പോൾ RP ശിവജിയെ പോലെ, SP ദീപകിനെ പോലെ, അല്ലെങ്കിൽ KS ശബരിനാഥിനെ പോലുള്ള 3 മേയർ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ തന്നെ അവിടെ വിഷയമുണ്ടാകില്ലേ? ഇവർക്ക് ആർക്ക് മേയർ സ്ഥാനം കൊടുക്കുമെന്നുള്ളതിനെ ചൊല്ലി വലിയൊരു തർക്കം വരും. 29-ഉം 19-ഉം, അതായത് 39, 49 സീറ്റ്, 51 മത്സരിക്കാനുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത്, മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്, എല്ലാ പാർട്ടികൾക്കും അവരവരുടെ വോട്ടുകൾ പോൾ ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ ഒരു മുക്കൂട്ടം മുന്നണിയൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഉണ്ടാകാൻ കഴിയില്ല. 6 മാസത്തിനകം BJP-ക്ക് അവിടെ കേവല ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്നുള്ളൊരു സാഹചര്യമാണ് പക്ഷേ സത്യം പറയാലോ, ഇന്നലെ ഞാൻ കുറേയധികം സുഹൃത്തുക്കളുമായി രാത്രി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഒരു മാറ്റം വരണം, BJP എന്നുള്ളതല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മാറ്റം വരണം. അവിടെ CPM-ന്റെ മൊത്തത്തിൽ പുതിയ ഭരണരീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ധാരണ കുറേ ജെൻസി ആയിട്ടുള്ള സുഹൃത്തുക്കളും അനിയന്മാരും തമ്മിൽ പങ്കുവച്ചിരുന്നു. ഇത്രയും നാളും CPM-ഉം കോൺഗ്രസും ഒക്കെ പറഞ്ഞിരുന്നിടത്ത് ഒരു 5 വർഷം അവരൊന്ന് ഭരിച്ചു നോക്കട്ടെ. അതായത് ഇപ്പോൾ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോൾ, തൃശ്ശൂരിൽ ഇപ്പോൾ ജനങ്ങളെല്ലാം സുരേഷ് ഗോപിയുടെ അടുത്ത് മറ്റേ അവജ്ഞ കാണിക്കുന്നത് പോലെ ഇവരെ താഴെ ഇറക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല. ഇവർ ഇനിയും തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം, അതായത് മറ്റു കോൺഗ്രസ് ആയാലും CPM-ൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. ഇവർക്കൊരു അവസരം എന്ന നിലയിലാണ് ഇവരെ പരീക്ഷിക്കുന്നത്. അപ്പോൾ VV രാജേഷ് ആരൊക്കെ തമ്മിലാണ് അടിയിലുള്ള ബന്ധമെന്ന് ഇപ്പോഴും അറിയത്തില്ല. BJP പറയുന്നത് കോൺഗ്രസും CPM-ഉം കൂടെ ഒന്നിച്ചാണ്, കോൺഗ്രസ് പറയും CPM-ഉം BJP-യും കൂടെ ഒന്നിച്ചാണ്. അങ്ങനെ ഇവര് കൃത്യമല്ലേ? കേരളത്തിൽ RSS-നെയും BJP-യൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് കണ്ടില്ലേ? RSS ആണ് കേരളത്തെ മലീമസപ്പെടുത്തുന്നത് കരോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ RSS-നെ തള്ളിപ്പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കാണിച്ചില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ PM ശ്രീ പോലുള്ള പദ്ധതികളിൽ, കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളിലും മറ്റൊരു നിലപാടാണ്, അതായത് U-ടേൺ എടുക്കുന്ന നിലപാടുകളാണ് പലപ്പോഴും. സ്വന്തം പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് PM ശ്രീയിൽ ഒപ്പിടുന്നൊരു സമീപനം
സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൂടാതെ തന്നെ പല പദ്ധതികളുടെ കാര്യത്തിലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം ബില്ല് പാസ്സാക്കുമ്പോൾ ആദ്യം നടത്തുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഫിനാൻഷ്യൽ ബില്ല് പോലും കേരളം പാസ്സാക്കത്തില്ല. അതെ, ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഇനി പിണറായി വിജയന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ED നോട്ടീസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതായത് മകന് വന്നിട്ടുണ്ട്, അത് എക്സാലോജിക്കുമായിട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ അവസാനമായി ഏതോ ഒരു ED നോട്ടീസ് വന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികളെ ഒന്നും പിണറായി വിജയൻ പേടിക്കുന്നില്ല. അല്ലെങ്കിൽ RSSനെതിരെ ഇത്രയൊരു വിമർശനം നടത്താൻ തയ്യാറാവുമോ? സംഭവം എന്ന് പറയുന്നത് വിമർശിക്കാം. അതായത് CPM എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, ഏത് പദ്ധതി വന്നു കഴിഞ്ഞാലും വിമർശിക്കും. പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു ഏറ്റവും കൂടുതൽ വിമർശിച്ച സഖാവ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കൊറോണ സമയത്ത് ഓരോ ദിവസവും വന്നിരുന്ന് പറയുന്നത് പോലെ അന്ന് ഓരോ ദിവസവും മാധ്യമങ്ങൾക്കിടയിലേക്ക് വന്ന് സംസാരിച്ചു. അപ്പം ഈ കാര്യങ്ങളെല്ലാം വിമർശിക്കുകയും ചെയ്യും. പക്ഷെ എടുക്കുന്ന നിലപാട് എവിടെയാണ്? ഒപ്പുവെക്കുന്നതിലാണ് കാര്യം, വിമർശിക്കുന്നതിലല്ല. RSSനെ ഇവിടെ പ്രവർത്തന അനുമതി നിഷേധിക്കാൻ പിണറായി വിജയൻ സഖാവിന് കഴിയുമോ? ഒരിക്കലും കഴിയത്തില്ല. വിമർശിക്കാം. അതിപ്പോ സിദ്ധരാമയ്യെ പോലുള്ള കർണാടകയിലെ മുഖ്യമന്ത്രിമാരെടുത്ത സ്റ്റാൻഡൊന്നും പിണറായി വിജയന് കേരളത്തിലെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ല, അത് യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് നോക്കൂ, PM ശ്രീ തൊട്ട് ഇതിനു മുമ്പോട്ടുള്ള ഫിനാൻഷ്യൽ ബില്ലാണെങ്കിലും പൗരത്വ ഭേദഗതി ബില്ലാണെങ്കിലും ഏത് ബില്ലാണെങ്കിലും കേരളം പാസ്സാക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ DYFIക്കാരും CPMകാരും തെരുവിലിറങ്ങി സമരം ചെയ്തിട്ട് ആ സമരം ഒന്നണയുന്ന സമയത്ത് ഇപ്പുറത്ത് പോയി ബില്ല് പാസ്സാക്കി ഇവിടെ നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. ആ പിണറായി വിജയനാണ് RSSനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. വിമർശനത്തിലൊന്നും കാര്യമില്ല. കൃത്യമായിട്ട് നിലപാടെടുക്കാൻ കഴിയുമോ? അതാണ് നമ്മുടെ ചോദ്യം. കേന്ദ്രം കേരളത്തിനെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ പണമാണ് വേണ്ടതെങ്കിൽ അത് വാങ്ങിക്കാനുള്ള മറ്റുള്ള രീതികൾ നോക്കിക്കൂടെ? അല്ലെങ്കിൽ കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിക്കൂടെ? ഇവിടുത്തെ BJP നേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും പണം കൊണ്ടുവരാൻ കഴിയില്ലേ? ഇവിടുത്തെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് ചെയ്യാൻ കഴിയാത്തത്? അതുകൊണ്ടാണ് കേരളത്തിൽ BJP അധികാരത്തിലേക്ക് പലപ്പോഴും പല കേന്ദ്രങ്ങളും BJP അധികാരത്തിൽ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം ഒരു ബന്ധമുണ്ട്. എന്താണ് പറയുന്നത്, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ കൂടെ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതൊരു ഡീലായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കൊടുക്കാമെന്ന ഡീലായിരുന്നു. അത് നിറവേറിയതുകൊണ്ട് ഇനി തങ്ങൾ നിശബ്ദരാണ്.